നമ്മുടെ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിലുള്ള നവരത്ന കമ്പനിയാണ് നമ്മുടെ ഈ പറയുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ്. അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. പെർമനൻറ്റ് വേക്കൻസിയാണ്. ഇതിലേക്ക് നമുക്ക് സാലറിക്ക് പുറമെ നമുക്ക് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഉണ്ടായിരിക്കും. നമുക്ക് സാലറി പ്രതീക്ഷിക്കാവുന്ന അതിൻ്റെ CTC വരുന്നത് നിങ്ങൾക്ക് 13 ലക്ഷമാണ് വരുന്നത്. അതായത് നമുക്ക് ഏകദേശം 1 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വിശദമാക്കാം. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് BE ഓർ BTech അല്ലെങ്കിൽ BSc ആണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റും കാര്യങ്ങളിലേക്കൊക്കെ വരാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലൈവൊക്കെ ഇട്ട് വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കിപ്പം നമ്മുടെ ചാനലിൽ കയറിയാൽ വീഡിയോസ് നിങ്ങൾ സെലക്ട് ചെയ്ത വീഡിയോസ് കാണാം. അതിൽ ലൈവ് കാണില്ല. ലൈവ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ലൈവ് എന്നുള്ള ഓപ്ഷൻസ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മളിട്ട ലൈവ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോൾ ഇന്നലെ നമ്മൾ ലൈവ് ചെയ്തിരുന്നു. അപ്പോൾ അത് നമ്മുടെ ഈ പറയുന്ന എയിംസിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് ഉണ്ട്. ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C. അതിൽ 4000 മുകളിൽ വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതാണ്. അത് മാത്രമല്ല ഇതിലേക്ക് നല്ല സാലറിയും അതുപോലെ ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ ഉള്ള പെർമനൻറ്റ് പോസ്റ്റ് തന്നെയാണ്. ഫ്രഷേഴ്സിനൊക്കെ അപ്ലൈ ചെയ്യാനുള്ള വിവിധ പോസ്റ്റുകൾ ഉണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ആണ്. നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് വീഡിയോസ് സെലക്ട് ചെയ്താൽ നോട്ടിഫിക്കേഷൻ വീഡിയോസും കൂടെ കാണാൻ പറ്റും. CRE എയിംസ് എന്നുള്ളത് ഇതാണ് ആ വീഡിയോ. അപ്പോൾ അത് ഏകദേശം 52 മിനിറ്റോളം ഡ്യൂറേഷൻ വരുന്ന വീഡിയോ ആണ്. അപ്പോൾ അത് കാണാത്തവരുണ്ട്, അത് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് BLൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൂടെ കാണാം. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നമുക്ക് ജനുവരി 10-നാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൽ വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ ഇതിൽ ഇലക്ട്രോണിക്സും മെക്കാനിക്കും ആണ് വിളിച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് BE ഓർ BTech അതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയാം. ഏതൊക്കെ ഡിസിപ്ലിൻ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം അത് പറഞ്ഞാൽ നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്നത് ഒന്നാമത്തെ കണ്ടീഷൻ. SC/ST PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ജസ്റ്റ് പാസ് ക്ലാസ് മതി. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഈ പറയുന്ന BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ് പറയുന്നത്. ഈ പറയുന്ന ഏതെങ്കിലും ഡിസിപ്ലിൻ നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ഈ പറഞ്ഞിരുന്ന ഇലക്ട്രോണിക്സിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അതല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലി കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡിസിപ്ലിൻ ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഡിസിപ്ലിൻ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ നിങ്ങൾ BE ഓർ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരാണെങ്കിൽ ഫ്രഷേഴ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അവസാന വർഷം അല്ലെങ്കിൽ അവസാന സെമസ്റ്ററിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതിനെക്കുറിച്ച് കണ്ടീഷൻസ് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വിശദമാക്കാം. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ പറയുന്ന പ്രൊബേഷണറി എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ പേ സ്കെയിൽ ഗ്രേഡ് ഈ സെക്കൻഡ് ഗ്രേഡ് ആണ് വരുന്നത്. 200 വേക്കൻസി അതിൽ വന്നിട്ടുണ്ട്. ദെൻ അത് ഇലക്ട്രോണിക്സിലാണ്. മെക്കാനിക്കലിൽ 150 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ CTC കൂടെ കാണാം 13 ലക്ഷമാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 40,000 മുതൽ 1,40,000. അപ്പോൾ നമുക്ക് 1 ലക്ഷത്തിൻ്റെ മുകളിൽ സാലറി വാങ്ങാവുന്ന പോസ്റ്റാണ്. 25 വയസ്സ് വരെ ഇതിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് കാണാം 1/1/2025 കണക്കാക്കി 25 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ OBC NCL നോൺ ക്രിമിനൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെയും SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. PWD കാൻഡിഡേറ്റ്സിൽ തന്നെ ജനറൽ OBC അങ്ങനെ ആകുമ്പോൾ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. 10 മുതൽ 15 വർഷം വരെ അവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് എക്സ് സർവീസ്മെൻ അതിൻ്റെയുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കാണാം നമ്മുടെ സാലറിക്ക് പുറമെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ പറയുന്ന DA HRA തുടങ്ങിയിട്ട് ഒട്ടനവധി അലവൻസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. എക്സ്ട്രാ സാലറിക്ക് പുറമെയാണ്. ഇനി ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ വേക്കൻസി ക്വാളിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം BE ഓർ BTech ഈ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ അതുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ നിങ്ങൾ BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടെ ഈ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ. ഓക്കെ, ഇനി ഇതിൻ്റെ പോസ്റ്റ് റിസർവേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ജനറലിന് 143, EWSന് 35, OBC NCലാണെങ്കിൽ 94, SCക്ക് 52, STക്ക് 26, ടോട്ടൽ 350 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് എക്സാം കാര്യങ്ങളുണ്ട്. കേരളത്തിലാണ് എക്സാം സെൻറ്റർ ഒക്കെ ഉണ്ട്. ഇനി പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് OBC അതുപോലെ SC/ST കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ EWS ഒക്കെ ആണെങ്കിൽ അവർ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ SC/ST ആണെങ്കിൽ അവരുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. എന്നാലും നമുക്ക് ഈ പറയുന്ന റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ കൈവശം ഉണ്ടായിരിക്കണം വാല്യുലായ സർട്ടിഫിക്കറ്റ്. ഇനി ഇവിടെ SC/ST കാൻഡിഡേറ്റ്സിന് ജസ്റ്റ് എന്ത് ചെയ്യാം, PWD കാൻഡിഡേറ്റ്സിനും അതത് BE ഓർ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗിൽ പാസ് ക്ലാസ് മതി. ബാക്കിയുള്ള എല്ലാവർക്കും എന്ത് വേണം, ഫസ്റ്റ് ക്ലാസ് വേണം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ജനറൽ OBC EWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കുന്ന കണ്ടീഷനാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ അവസാനം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന സെമസ്റ്ററിൽ അല്ലെങ്കിൽ അവസാന വർഷം പഠിച്ചുകൊണ്ടിരിക്കുന്ന BE അല്ലെങ്കിൽ BTech അല്ലെങ്കിൽ BSc എഞ്ചിനീയറിംഗ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും ഇതിലേക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവർ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അവരുടെ ലാസ്റ്റ് എക്സാം അവർ അപ്പിയർ ചെയ്യേണ്ട ഒരു ഡേറ്റ് കൂടെ പറയുന്നുണ്ട്. മെയ്യിലോ അല്ലെങ്കിൽ ജൂൺ 2025 എക്സാം എഴുതുന്ന ഉറപ്പുള്ളവർ അതായത് ലാസ്റ്റ് സെമസ്റ്റർ എക്സാം അല്ലെങ്കിൽ ഫൈനൽ എക്സാം അവർ
അവർ എഴുതുന്നത് ഈ ഡേറ്റിൻ്റെ ഉള്ളിലായിരിക്കണം. അതായത് മെയിലോ അല്ലെങ്കിൽ ജൂണിലോ, ഇനി അതിൻ്റെ മുൻപാണെങ്കിലും പ്രശ്നമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ജൂൺ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. ഓക്കെ, ജൂലൈയിൽ നാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഈ പറയുന്ന മെയിലോ ജൂണിലോ അവരുടെ എക്സാം അവർ അപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതല്ലാതെ ജൂൺ കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ എക്സാം വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു പോസിബിലിറ്റി ഇല്ല. കാരണം ഇതിലേക്ക് സെലക്ഷൻ നടക്കുന്ന സമയത്തേക്ക് നമുക്ക് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ജോയിനിങ് ടൈമിൽ നമ്മൾ അതിൻ്റെ പ്രൂഫ് കാണിക്കണം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ്സായത്. ഓക്കെ, അപ്പോൾ അവസാന വർഷം പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന മെയിലോ ജൂണിലോ എക്സാം ആണോ എന്ന് ഉറപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾ ഇവിടെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കണ്ടീഷൻസ് എങ്ങനെ നമ്മൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ശ്രദ്ധിക്കുക. പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവരിപ്പോൾ 6ാമത്തെ അല്ലെങ്കിൽ 7ാമത്തെ സെമസ്റ്റർ വരെ ഉള്ളത് എന്ത് ചെയ്യുക, അവർ കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ, ആ ഒരു മാർക്ക്. അങ്ങനെ നിങ്ങൾക്ക് ഇവർ പറഞ്ഞ രീതിയിൽ ഫസ്റ്റ് ക്ലാസ് ഉണ്ടെങ്കിൽ ഏകദേശം ഒരു നമുക്ക് ആ ഒരു 65 എബോ ഒക്കെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ചില ഇതിനനുസരിച്ച് ബോർഡിനൊക്കെ അനുസരിച്ച് മാറും. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് സ്ഥാപനത്തിൽ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നോക്കിയിട്ട് അത് ഈ പറയുന്ന 7ാമത്തെ അല്ലെങ്കിൽ 6ാമത്തെ സെമസ്റ്റർ വരെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ CGPA അല്ലെങ്കിൽ SGPA ഈ പറയുന്ന ക്യുമുലേറ്റീവ് ഗ്രേഡ് പോയിന്റ് സെമസ്റ്റർ വൈസ് ആയുള്ള ഗ്രേഡ് പോയിന്റ് ആവറേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനെ പെർസെൻറ്റേജ് ആക്കാൻ, അതായത് പെർസെൻറ്റേജ് ആക്കുന്ന ഒരു കൺവേർഷൻ ഫോർമുല വേണം. അപ്പോൾ അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ സാധാരണ കൺസോളിഡേറ്റഡ് മാർക്ക് ഷീറ്റിൽ ഉണ്ടാകാറുണ്ട്. ഈ ചില എന്താണ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ ചില ഈ പറയുന്ന ബോർഡിൻ്റെ ഒക്കെയാണ് ചിലപ്പോൾ നമുക്ക് ചെറിയ വേരിയേഷൻ ഒക്കെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടോ നോക്കുക, ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാകും CGPA × 9.5 എന്നൊക്കെ ഉള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ ആയിട്ടുള്ള ഒരു സമവാക്യം ഉണ്ടാകും. അപ്പോൾ അതുണ്ടെങ്കിൽ നിങ്ങൾ വേറെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല, അതന്നെ പ്രൂഫായിട്ട് നമുക്ക് എടുക്കാം. ഇനി അങ്ങനെ പ്രത്യേകമായിട്ട് നമ്മൾ CGPA പെർസെൻറ്റേജ് ആക്കി മാറ്റുന്നതിന് ഒരു പ്രത്യേകിച്ച് ഒരു നമുക്കൊരു മൾട്ടിപ്ലൈ ചെയ്യുന്നൊരു ഫാക്ടറോ കാര്യങ്ങളൊന്നും അവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു സൂത്രവാക്യം അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ അവിടെ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, അങ്ങനെ ഒരു നമ്മുടെ CGPA നമ്മൾ എങ്ങനെയാണ് പെർസെൻറ്റേജ് ആയി കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു സമവാക്യം നമ്മൾ അത് സർട്ടിഫൈ ചെയ്ത് നമ്മൾ പഠിച്ച സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളത് വാങ്ങണം എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അത് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടെങ്കിൽ അത് പ്രൂഫായിട്ട് നിങ്ങൾക്ക് കാണിക്കാവുന്നതാണ്. CGPA ആണെങ്കിൽ, അല്ല നിങ്ങളെ സർട്ടിഫിക്കറ്റിൽ പെർസെൻറ്റേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആവശ്യങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ ഏജ് ക്രൈറ്റീരിയ ഞാൻ ഓൾറെഡി പറഞ്ഞു, 25 വയസ്സാണ്. അപ്പോൾ നമുക്ക് SC/ST OBC PWD ഏജ് റിലാക്സേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഇതിലേക്ക് പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇവിടെ ലിസ്റ്റ് ചെയ്തതിന് ബാംഗ്ലൂർ, അതുപോലെ നിങ്ങൾക്ക് കാണാം UP, ഇവിടെയൊക്കെ മഹാരാഷ്ട്ര ഇവിടെയൊക്കെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ചെന്നൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കേരളത്തിൽ പോസ്റ്റിംഗ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമുക്ക് ബാംഗ്ലൂർ, ചെന്നൈ അവിടെയൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമ്മളെ എന്ത് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഇത് മാത്രമല്ല, എവിടെ വേണമെങ്കിലും പോസ്റ്റ് ചെയ്യാന്നുള്ള കണ്ടീഷനും ഉണ്ട്, അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈൻ അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 31 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഇതിലേക്ക് 1150 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് വരുന്നത്. എന്നാൽ SC/ST PWD എക്സ് സർവീസ്മെൻ ഒന്നും യാതൊരു ഫീസും കൊടുക്കേണ്ട. ഇത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഫീ ഒക്കെ അടയ്ക്കേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ. മെത്തേഡ് ഓഫ് സെലക്ഷനിൽ നമുക്ക് ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഓൺലൈൻ അപേക്ഷയുടെ അവർ അടിസ്ഥാനമാക്കി ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. നമ്മൾ ഓൺലൈൻ കൊടുത്ത ഡീറ്റെയിൽസ് ഒക്കെ വെച്ചാൽ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും. ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് വിളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ 1:5 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഇൻ്റർവ്യൂയിലേക്ക് വിളിക്കും. അതായത് ഒരു വേക്കൻസിയിലേക്ക് 5 ഉദ്യോഗാർത്ഥികൾ എന്നുള്ള ലെവലിലേക്ക് എന്ത് ചെയ്യും, അവർ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ള ലിസ്റ്റുള്ളവർ എന്ത് ചെയ്യും, ഇൻ്റർവ്യൂയിലേക്ക് വിളിക്കും. അപ്പോൾ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂയുടെയും കമ്പ്യൂട്ടർ ബേസിൻ്റെയും ടോട്ടൽ ആയിട്ടുള്ള പെർഫോമൻസിനെ അടിസ്ഥാനമാക്കിയാണ് 85 മാർക്ക് വെയിറ്റേജ് വരുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റും അതുപോലെ 15 മാർക്ക് വരുന്ന ഇൻ്റർവ്യൂവിനും ആണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു വെയിറ്റേജ് വരുന്നത്. രണ്ടിലും നമ്മൾ പെർഫോം ചെയ്താലേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഏകദേശം ഡേറ്റ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ മാർച്ച് 2025 കണക്കാക്കുന്നത്. ഉടനെ തന്നെ എക്സാം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക. പിന്നെ എക്സാമിലേക്ക് അത് മാത്രമല്ല, ഇതിൻ്റെ കോൾ ലെറ്റർ നിങ്ങൾ മാർച്ച് ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കോൾ ലെറ്റർ ഇതിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മെയിൽ വന്നോളന്നില്ല എന്നവർ പറയുന്നുണ്ട്. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 120 മിനിറ്റാണ്. 125 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്നിക്കൽ ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക. 25 ക്വസ്റ്റ്യനിൽ വരുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും കവർ ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇനി ഇവിടെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയുള്ള ഇമെയിൽ ID, മൊബൈൽ നമ്പറൊക്കെ ഉണ്ടായിരിക്കണം. റീസെൻ്റ് ആയുള്ള പാസ്വേഡ്സ്, ഫോട്ടോഗ്രാഫ് ഉണ്ടായിരിക്കണം, സിഗ്നേച്ചർ ഉണ്ടായിരിക്കണം, സ്കാൻ ചെയ്തൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കയ്യിലുണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ സർവീസ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഇപ്പോൾ നമുക്ക് വിളിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൊബേഷണറി എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റിലേക്കാണല്ലോ. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഒരു നിശ്ചിത ടൈം അതിൻ്റെ ഓറിയൻറ്റേഷൻ അതുപോലെ ഓൺ ദ ജോബ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും, 6 മന്ത്. ഓക്കെ, അത് കഴിഞ്ഞാലാണ് നമ്മൾ ഈ പറയുന്ന പെർമനൻ്റ് ആക്കിയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് നമുക്ക് പ്ലേസ് ആകുക. അപ്പോൾ അതിൽ നമ്മളൊരു
കമ്പനിക്ക് ഒരു അഗ്രിമെൻറ്റ് കൊടുക്കുക. കാരണം നമുക്ക് അവർ നല്ല രീതിയിൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്ന് അത് കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അത് ഈ പറയുന്ന നമ്മൾ BLന് ഒരുപാട് നഷ്ടം ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ജസ്റ്റ് ഒരു അഗ്രിമെൻ്റ് ഉണ്ട്. അതായത് നമുക്കൊരു ബോണ്ട് ഉണ്ടാവും. അത് 2 ലക്ഷത്തിൻ്റെ ആണ് ഇവിടെ പറയുന്നത്. ആ ഒരു സർവീസ് കോൺട്രാക്ട് ബോണ്ട് ഉണ്ടാവും. അപ്പോൾ അതിൽ മിനിമം നമ്മൾ 2 ഇയേഴ്സ് അതിൽ വർക്ക് ചെയ്യുമെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് നമ്മളൊരു അഗ്രിമെൻ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ. ഓക്കെ, മിനിമം നമ്മളതിൽ വർക്ക് ചെയ്യണം. കയറി കഴിഞ്ഞാൽ 2 വർഷം മിനിമം വർക്ക് ചെയ്യണം. ബോണ്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഈ 2 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കേണ്ട അവസ്ഥ വരും. ഓക്കെ, അത് റീസണബിൾ അല്ലെങ്കിൽ കേട്ടോ. നമുക്ക് നല്ല ഓപ്ഷൻസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് പോകാമെന്നുള്ള കുറേ കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളനുസരിച്ച് നോക്കാം. പിന്നെ ഇവരുടെ സോഷ്യൽ മീഡിയൻ്റെ QR കോഡൊക്കെ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കാൻ ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് January 10 ക്ലോസിംഗ് ഡേറ്റ് നിങ്ങൾക്കാണ് January 31 എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഓക്കെ, ഇനി കുറച്ച് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ കറക്റ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എക്സാം സെൻറ്ററാണ്. എക്സാം സെൻറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കേരളത്തിൽ എറണാകുളം ഉണ്ടാവും, കണ്ണൂർ ഉണ്ടാവും, കോഴിക്കോട് ഉണ്ടാവും, തിരുവനന്തപുരം. ഇത്തരം 4 സെൻറ്ററാണ് നമുക്ക് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത് എക്സാം സെൻറ്റർ. ഇപ്പോൾ തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് മാറും കേട്ടോ. തമിഴ്നാടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ചെന്നൈ, കോയമ്പത്തൂർ, മധുരൈ, സേലം, തിരുച്ചിറപ്പള്ളിയൊക്കെ ആണുള്ളത്. പിന്നെ തിരുനെൽവേലി, വെല്ലൂർ ഒക്കെ ആണുള്ളത് കേട്ടോ. പിന്നെ കർണാടക ആണെങ്കിൽ ബാംഗ്ലൂർ അങ്ങനെ എവിടെയൊക്കെ ഉണ്ടാകും. പിന്നെ അതിൻ്റെ ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കാം. അതായത് നിങ്ങൾക്ക് ജനറലായിട്ട് വരുന്ന കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെയുള്ളതിനുള്ള കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി നമ്മളിതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ലിങ്ക് തരും. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഗൂഗിളിൽ GOC എലജുലാൻഡ് എന്ന് അടിച്ചാൽ മതി. GOC എലജുലാൻഡ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേജിലേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റും. വെബ്സൈറ്റിലേക്ക് ഹോം പേജാണ്. ലേറ്റസ്റ്റ് ജോബ്സിലും കാണാം, BL ഇന്ത്യ പ്രൊഫഷണൽ എഞ്ചിനീയർ എന്ന് കാണാം. ഇനിയിപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ പബ്ലിഷ് ചെയ്ത് കുറേ ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കാണണമെന്നില്ല. പുതിയത് വരുന്നതിന് മുകളിൽ ഇങ്ങനെ കിടക്കും. മറ്റേ താഴോട്ട് പോയിട്ട് ഇവിടുന്ന് ഡിസപ്പിയർ ആവും. റീഡ് മോർ എന്നുള്ള ബട്ടൺ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് നെക്സ്റ്റ് അടിച്ച് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ഞാൻ BL ഇന്ത്യ പ്രൊഫഷണൽ ഓഫീസർ എന്നുള്ള ഒരു എഞ്ചിനീയർ എന്നുള്ള പോസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതിൽ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഓൺലൈൻ നോട്ടിഫിക്കേഷൻ, അതായത് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇടയിൽ നോട്ടിഫിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉണ്ട്. നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേജ് ഓപ്പൺ ആയി വരും. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ BLൻ്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പോർട്ടലാണ്. ഇതിലിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ ക്വാളിഫിക്കേഷൻ, പിന്നെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ്, പിന്നെ പേയ്മെൻറ്റ്, 4 ഘട്ടങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. എന്നിട്ട് ആദ്യമായിട്ട് വന്നതെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി വന്നാണെങ്കിൽ അവിടെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഇൻസ്ട്രക്ഷൻ ഇവിടെ കാണും. ഇത് കംപ്ലീറ്റ് വായിച്ച് നോക്കുക. ചാറ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക, കൺഫർമേഷൻ കൊടുക്കുക, പ്രൊസീഡ് ടു അപ്ലൈ എന്ന് കൊടുക്കുക. അങ്ങനെ അപ്ലൈ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കാണാൻ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് നമ്മളത് വെരിഫൈ ചെയ്യണം. ഓക്കെ, നമുക്കിവിടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാം. സെൻഡ് OTP എന്ന് കൊടുത്ത് വെരിഫൈ ചെയ്തിട്ട് പിന്നീട് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ എന്താണ് പറയുന്നത് വെച്ചാൽ ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈവ് വരികയാണെങ്കിൽ നമുക്ക് ലൈവിൽ ഇത് ചെയ്ത് കാണിക്കാം. ഇന്നലെ നമ്മൾ ലൈവിൽ ഫോം ചെയ്ത് കാണിച്ചിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈവ് വരികയാണെങ്കിൽ, കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ലൈവിൽ തന്നെ നിങ്ങൾക്ക് തന്നെ ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അവിടെ ചോദിക്കുകയും ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒക്കെ നോക്കിയിട്ട് പറയട്ടെ നിങ്ങൾ. ഇനി അതെല്ലാം നമ്മളിതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് ചെയ്യണമെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു.